ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ AC. നിങ്ങൾക്കറിയായിരിക്കും AC നമുക്ക് എല്ലാവർക്കും ഉള്ള സംശയമാണ് 3 സ്റ്റാർ വാങ്ങിക്കണോ 5 സ്റ്റാർ വാങ്ങിക്കണോ. ഇത് കുറേ പേരായി നമ്മൾ കമൻറ്റും സംഭവങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീട്ടിലത്തെ യൂസ് ആണെങ്കിൽ ഏത് AC വാങ്ങിക്കണം, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഏത് സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഏത് 10 വാങ്ങിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് യൂസ് അല്ലെങ്കിൽ ഒഫീഷ്യൽ യൂസിനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതുകൊണ്ട് വാങ്ങിക്കണം എന്നൊക്കെ നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നല്ല ചൂടുള്ള സമയം തന്നെയാണ്. അപ്പോൾ എല്ലാവരും AC വാങ്ങിക്കാൻ ഓടുന്ന ഒരു സമയമാണ്. അപ്പോൾ കുറേ പേര് ഇപ്പോൾ നിങ്ങൾക്കറിയാം നല്ല ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് നല്ല ലാഭത്തിലും നല്ല മോഡൽസ് ഒക്കെ നോക്കി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓഫ്ലൈനിലും നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഡിപ്പെൻസ് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ലാഭത്തിൽ കിട്ടുന്നത്, ഡിപ്പെൻസ് അപ്പോൾ ഷോപ്പിലാണോ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ വാങ്ങിക്കാട്ടോ. അപ്പോൾ ഞാൻ ആമസോൺ തന്നെ വാങ്ങിക്കണം എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഫുൾ ആമസോൺ വാങ്ങിക്കാറുള്ളത്. എനിക്ക് ബെസ്റ്റ് ഡീൽ ആമസോണിൽ കിട്ടാറ്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് മോഡൽസ് വാങ്ങിക്കാറ്. ഇപ്പോൾ കടയിൽ ആൾക്കാരെ മെയിനായിട്ട് പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് അവർ പഴയ മോഡൽസ്, അതായത് 2022 മോഡൽ 2023 മോഡൽസ് ഒക്കെ നമുക്ക് വില കുറച്ചിട്ട് തരും. അപ്പോൾ നമ്മൾ ശരിക്കും നല്ല ഇടിയോട്ട് ഡീലാണല്ലോ. അപ്പോൾ അങ്ങനെ അവർ നല്ല ലാഭം ഉണ്ടാക്കും. അതാണ് നോർമലി. എന്ന് വെച്ചാൽ നമുക്ക് ഈ മോഡൽ നമ്പർ നോക്കിയിട്ട് ഇവരുടെ ഏത് മോഡലാണ് ഏത് കൊല്ലത്തെ മോഡലാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണെന്ന് വെച്ചാൽ അവർക്ക് മോഡൽ നമ്പർ ഭയങ്കര വലിയ നമ്പറൊക്കെ ആയിരിക്കും, സീരിയൽ നമ്പർ പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ കമ്പനീസ് ആണെങ്കിൽ ഓൺലൈൻ മോഡൽസും ഓഫ്ലൈൻ മോഡൽസും സെപ്പറേറ്റ് ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതിലാണ് കുറേ പേര് ചെന്ന് പെടുന്നത്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇതൊരു നമ്മളിതിനു മുമ്പ് AC ബൈയിങ് ഗൈഡ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ബൈയിങ് ഗൈഡ് എന്ന് പറയാൻ പറ്റില്ല. മെയിനായിട്ട് 2 പോയിന്റ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെ നമുക്ക് ആപ്റ്റായിട്ടുള്ള 10, അതായത് നമുക്ക് എത്ര ടൺ വേണമെന്ന് സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ എത്ര സ്റ്റാർ റേറ്റിംഗ് വേണമെന്ന് സെലക്ട് ചെയ്യാനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ പുതിയ ചാനൽ GHH പോലുള്ള ചാനൽ കാണാത്തവർ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റും അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ സ്റ്റാർ റേറ്റിംഗിനെ കുറിച്ച് പറയാം. അപ്പോൾ ഈ 3 സ്റ്റാറും 5 സ്റ്റാറും നോർമലി നമുക്ക് 4 സ്റ്റാറും ചില മോഡൽസുകൾക്ക് ഉണ്ട്. ഹൈ എൻഡ് മോഡൽസിലൊക്കെ നമുക്ക് 4 സ്റ്റാർ അവൈലബിൾ ആണ്. അപ്പോൾ 3 മോഡൽസാണ് മെയിൻലി ഉള്ളത്, 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ. അപ്പോൾ ഇത് ആക്ച്വലി ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ യൂസേജ് ആണ് ശരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നോർമലി വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു ഹോം യൂസിനൊക്കെയാണ് ഒരു AC വാങ്ങിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് 3 സ്റ്റാറിലേക്കൊക്കെ പോയാൽ മതി. അത് ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് ഒരു യൂസേജ് ഇപ്പോൾ 6 മണിക്കൂർ 7 മണിക്കൂറിൻ്റെ ഒക്കെ മുകളിൽ കണ്ടിന്യൂസ് യൂസേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 5 സ്റ്റാർ റേറ്റിംഗിലേക്ക് പോകായിരിക്കും ലാഭകരം. നിങ്ങൾക്കറിയാം, നമ്മൾ ഈ AC പ്രൈസ് നോക്കുമ്പോൾ ഈ 3 സ്റ്റാറും 5 സ്റ്റാറും നോക്കുമ്പോൾ അത്യാവശ്യം ഒരു 5000 to 10000 രൂപയുടെ ഡിഫറൻസ് കാണാം. അപ്പോൾ നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഈ 7 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറിന് മുകളിലൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഈ 5 സ്റ്റാർ റേറ്റിംഗ് വാങ്ങിക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല ലാഭം ഉണ്ടായിരിക്കും. എന്താ വെച്ചാൽ ഒരു 100-150 യൂണിറ്റിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കൊല്ലത്തിൽ ലാഭം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ആ ഇനീഷ്യൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് തന്നെ നമുക്ക് ലാഭം എടുക്കാൻ പറ്റും. നിങ്ങൾ ഒരു കൊല്ലം നല്ല AC ഉപയോഗിക്കുക, അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഒരു 6 മണിക്കൂർ 7 മണിക്കൂറിനൊക്കെ കുറവാണ് നിങ്ങൾക്ക് യൂസേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 സ്റ്റാറിലേക്ക് പോയാൽ മതി. നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിന് ഇപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ നിങ്ങൾക്ക് യൂസേജ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് പോയിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് 3 സ്റ്റാർ വാങ്ങിക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും പൈസ ലാഭിക്കാൻ പറ്റും. പിന്നെ ഉള്ളതൊരു മെയിൻ എന്താ പറയുക കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ് ടണ്ണേജ്. ഒരു ടണ്ണ് വേണോ, എന്താ പറയുക 1.5 ടൺ വേണോ, 2 ടൺ വേണോ. നോർമലി വീട്ടിലേക്കൊന്നും 2 ടൺ വാങ്ങിക്കാറില്ല. നമുക്കിപ്പോൾ ഒരു 100-110 സ്ക്വയർ ഫീറ്റിൻ്റെ റൂമൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 1 ടൺ മതി. അതിൻ്റെ മുകളിൽ ഒരു 150 സ്ക്വയർ ഫീറ്റിൻ്റെ വരെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 ടൺ മതി. അതിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് 2 ടൺ വേണ്ടി വരും കേട്ടോ. നോർമലി 2 ടൺ അങ്ങനെ ചിലവാറില്ല. വീട്ടിൽ ഹോം യൂസിലേക്കൊന്നും നോർമലി 2 ടൺ അങ്ങനെ ചിലവാറില്ല. മെയിൻലി 1 ടണ്ണും 1.5 ടൺ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് 1.5 ടണ്ണിൻ്റെയാണ്. അപ്പോൾ എൻ്റെ റൂം ഓൾമോസ്റ്റ് ഒരു 140-150 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 1.5 ടൺ വേണം. പോരാത്തതിന് പിന്നെ ടോപ്പ് ഫ്ലോറിലാണ്. അപ്പോൾ നിങ്ങൾ അതും ഒരു പോയിന്റ് നോക്കാനുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ റൂം 120 സ്ക്വയർ ഫീറ്റ് ഉള്ളൂ, പക്ഷെ നിങ്ങളുടെ റൂം വരുന്നത് ടോപ്പ് ഫ്ലോറിലാണ്. നല്ല ഡയറക്റ്റ് ചൂടടിക്കുന്ന ഏരിയയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 1 ടണ്ണിന് പകരം 1.5 ടണ്ണ് വയ്ക്കായിരിക്കും ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഈ ടണ്ണേജ് അനുസരിച്ച് നമുക്ക് അതിൻ്റെ കപ്പാസിറ്റി കൂടും. അപ്പോൾ നമ്മുടെ നിങ്ങളിപ്പോൾ ഈ 150 സ്ക്വയർ ഫീറ്റിൻ്റെ റൂമിൽ ഒരു ടണ്ണിൻ്റെ AC വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൂൾ ചെയ്യാൻ ACക്ക് ഭയങ്കര ടൈം എടുക്കും. എന്നുവെച്ചാൽ കമ്പ്രസർ ഫുള്ളി ലോഡ് വലിച്ചിട്ട് അപ്പോൾ ഇനീഷ്യലി നല്ല എനർജി കൺസപ്ഷൻ കൂടും. അതുകൊണ്ടാണ് കറക്റ്റ് ടണ്ണേജ് നോക്കി വാങ്ങിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ വലിയ റൂമാണ്, വില കുറഞ്ഞ് 1 ടൺ AC കിട്ടി വാങ്ങിച്ചു വെച്ചെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ല എനർജി കൺസപ്ഷൻ കൂടും, കറണ്ട് ബില്ല് കൂടും, ലാഭം നമുക്ക് ആ ഇനീഷ്യൽ വാങ്ങിച്ച ലാഭം അവിടെ തന്നെ പോയി കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ AC ഉപയോഗിക്കാൻ പോകുന്ന 1 കൊല്ലം 2 കൊല്ലം ഒന്നുമല്ല, മിനിമം 5-6 കൊല്ലമൊക്കെ ഉപയോഗിക്കും. എൻ്റെ AC ഓൾമോസ്റ്റ് 6 കൊല്ലമായിട്ടുണ്ട്. എനിക്കത് മാറ്റാറായിട്ടുണ്ട്. ഈ കൊല്ലം കൂടെ ഓടുകയാണെങ്കിൽ ഓടിക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഫോർബ്സിൻ്റെ AC ആണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ ഓൾറെഡി പാനസോണിക്കിൻ്റെ AC ഉണ്ട്, ഹിറ്റാച്ചിയുടെ AC ഉണ്ട്.
അപ്പോൾ ഇത് എൻ്റെ ഏറ്റവും പഴയ AC ഇപ്പോൾ ഇതാണ്. ബാക്കിയുള്ള AC പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് മാറ്റിയതാണ്. ഇപ്പം ഇഞ്ചിൻ്റെ റൂമിലേക്ക് മാറ്റാറായിട്ടുണ്ട്. ചെറിയ ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഇപ്പം നിങ്ങൾക്ക് യൂറോഫോക്സ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡാണ് ഫോക്സ് AC പറയുന്നത്. അപ്പോൾ ഇപ്പം ഒന്നും ഇല്ല ഈ സാധനം. അപ്പോൾ ഇതിന് ടർബോ എന്താ പറയുക ടർബോ പവർ മോഡൊക്കെ അതിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ബോർഡ് ഒന്നാമത് എലി കയറിയിട്ട് നിറച്ച് കടിച്ച് കടിക്കാനുള്ള അതിൽ സ്ഥലങ്ങളൊന്നും ബാക്കിയില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇഷ്യൂ വന്നത്. അതുവരെ എനിക്ക് വലിയ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇത് 3 സ്റ്റാറിൻ്റെ AC ആണ് 1.5 ടണ്ണിൻ്റെ. അതും 5-6 കൊല്ലം മുമ്പത്തെ ആട്ടാ. അപ്പോൾ ഇതും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കുറേ പേര് പിന്നെ ചോദിക്കുന്നതാണ് നല്ല ബ്രാൻഡ് ഏതാണ്. നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് വരുന്ന ബ്രാൻഡുകൾ എന്ന് പറയുന്നത് പാനസോണിക്, ഡെയ്ക്കിൻ, LG. ഈ 3 ബ്രാൻഡ് നിങ്ങൾക്ക് പ്രൈസ് താങ്ങുന്നില്ലെങ്കിൽ മാത്രം അതിൻ്റെ താഴെയുള്ള ബ്രാൻഡിലേക്ക് പോയാൽ മതി. പിന്നെ നിങ്ങൾക്ക് നോക്കാവുന്ന ബ്രാൻഡുകളാണ് വോൾട്ടാസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. സർവീസ് ഇഷ്യൂ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക ലോയിഡ്, ബ്ലൂ സ്റ്റാറും കുഴപ്പമില്ല. ബ്ലൂ സ്റ്റാർ ചില ഏരിയയിൽ സർവീസ് നല്ലതാണ്, ചില ഏരിയയിൽ സർവീസ് ഭയങ്കര മോശമാണ്. ഇപ്പം എൻ്റെ ഈ ഏരിയയിലൊന്നും എൻ്റെ സർവീസ് ഭയങ്കര മോശമാണ്. അപ്പോൾ അങ്ങനെ ഈ 3 ബ്രാൻഡ്, അത് 3 ഇന്ത്യനാണ്. ലോയിഡും ഇതും ഹെവൽസിൻ്റെ ബ്രാൻഡാണ്. അത് 3 ഇന്ത്യനാണ്. അപ്പോൾ ഈ 6 നോക്കിയാൽ മതി. ഇതില്ലെങ്കിൽ മാത്രം പിന്നെ ഭയങ്കര 25,000 രൂപയ്ക്ക് 27 രൂപയുടെ താഴേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് ഇപ്പോൾ ഗോദ്രേജ് അങ്ങനത്തെ ബ്രാൻഡുകൾക്കൊക്കെ പോയാൽ മതി. ഗോദ്രേജിനൊന്നും അത്ര ചിലവില്ലാത്ത ബ്രാൻഡുകളാണ്. ബ്രാൻഡ് പൊട്ടയെന്നല്ല പറയുന്നത്, പക്ഷേ ഗോദ്രേജിനൊന്നും വലിയ AC സെയിൽസ് സർവീസും സംഭവങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. എന്ന് വെച്ചാൽ അത്രയും യൂണിറ്റ്സ് സെയിലായിട്ട് കുറഞ്ഞിട്ട് അവർ സെയിലാവുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സർവീസും അത്ര മോശം തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ ചില മോസ്റ്റ്ലി ഏരിയ മെയിൻ ടൗൺ ഏരിയയിലെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഏത് ബ്രാൻഡ് എടുത്താലും കുഴപ്പമൊന്നും വരില്ല. പക്ഷേ അതിൻ്റെ ഏരിയ നമ്മൾ ബാക്കോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് സർവീസ് ഇഷ്യൂ വരും. പിന്നെ മിക്ക ബ്രാൻഡുകളും ഇപ്പോൾ കുറേ തേർഡ് പാർട്ടി സർവീസുകളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡിപ്പെൻസ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ടൗണിലൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് കമ്പനി സർവീസ് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കമ്പനി സർവീസ് ആകുമ്പോഴും നല്ല സർവീസുകളായിരിക്കും. നമുക്ക് കമ്പനി പറയുന്ന പ്രൈസ് എമൗണ്ട് സംഭവങ്ങളൊക്കെ വരുള്ളൂ. പക്ഷേ ഈ തേർഡ് പാർട്ടി സർവീസുകളാകുമ്പോൾ ഒരു ഉടായ്പ കാണിക്കാനും അതുപോലെ തന്നെ കുറേ എമൗണ്ട് കൂട്ടി പറയാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഈ ബ്രാൻഡുകൾ നോക്കി തിരഞ്ഞെടുത്താൽ ഞങ്ങൾക്ക് അതിന് ലാഭം ഉണ്ടാക്കാൻ പറ്റൂട്ടാ. പിന്നെ കുറേ പേര് പറയാറുള്ളതാണ് നമുക്ക് ജനറലിൻ്റെ AC, കാരിയറിൻ്റെ AC, അതുപോലെ തന്നെ മിസ്തുബിഷിൻ്റെ AC. ഇതൊക്കെ നല്ല ടോപ്പ് ബ്രാൻഡുകൾ തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ നല്ല, പ്രത്യേകിച്ച് മിസ്തുബിഷിനൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമുക്ക് വീട്ടിലത്തെ യൂസിനൊന്നും സാധനങ്ങളൊക്കെ വേണ്ടല്ല. പറയുമ്പോൾ അത് കംപ്ലൈൻറ്റ് സംഭവമൊന്നും വരില്ല. പക്ഷേ അതിൻ്റെ നമുക്ക് നോർമലി 1 മീറ്റർ 1.5 മീറ്റർ ഒക്കെ നമുക്ക് ഈ AC ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിന് കോപ്പർ പൈപ്പ് ഫ്രീ ആണ്. മിസ്തുബിഷിന് അതുപോലും ഫ്രീ അല്ല, അത് നമുക്ക് സെപ്പറേറ്റ് കാശ് കൊടുത്ത് വാങ്ങിക്കണം. അപ്പോൾ കോപ്പർ പൈപ്പിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് വരും. ഒരു 6,000-7,000 രൂപയൊക്കെ ഇനീഷ്യലി പ്രൈസ് വരും എക്സ്ട്രാ AC വാങ്ങിയാലും കൂടുതൽ. അപ്പോൾ അതിനൊക്കെ നല്ല എമൗണ്ട് വേണം. അപ്പോൾ ക്യാഷിന് കുഴപ്പമൊന്നുമില്ലാത്തവർക്കൊക്കെ മിസ്തുബിഷി പോകട്ടെ, നല്ല ഇഡിയോട്ട് ബ്രാൻഡാണ്. കംപ്ലൈൻറ്റ്സ് ഒക്കെ ഭയങ്കര കുറവാണ്. പക്ഷേ നോർമലി ആൾക്കാർ നോർമലി ബഡ്ജറ്റ് റേഞ്ചാണല്ലോ നോക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യാത്ത. അല്ലാണ്ട് ഇത് പൊട്ടയായിട്ടൊന്നല്ലടാ. കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് മിസ്തുബിഷി നല്ലതല്ല എന്ന് പറയാത്തതെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാണ് സംഭവം ട്ടാ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ബൈ.